ഇപ്പൊ ചർച്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെ കൂടുതൽ വികസന പ്രവർത്തനം നടക്കും പിടിച്ചിറക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ UDF പ്രവർത്തനാണ്. അപ്പൊ UDF ആളോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ചോദ്യം കാരണം മദ്യ വ്യവസായവും ലോട്ടറി കച്ചവടവും കൊണ്ടാണ് LDF ഇവിടെ ഭരിച്ചത്. അത് സാധാരണ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നാശം വരുത്തുന്ന ഒരു സംഭവമാണ്. ഈ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവർ തമ്മിൽ പോരടിച്ചപ്പോൾ നമ്മൾ മിണ്ടായിരുന്നത് ഈ അയ്യപ്പനും കോശിയും സിനിമയിൽ പൃഥ്വിരാജിനെ പിടിച്ചു മാറ്റിട്ട് പറഞ്ഞല്ലോ നമ്മൾ ഇതിലില്ലെന്ന്. രണ്ടു കൂട്ടരും പറഞ്ഞത് ശരിയാണ്. കേന്ദ്രത്തെ പറ്റി വസീഫ് പറഞ്ഞത് ശരിയാണ്, കേരളത്തെ പറ്റി ഗോപാൽജി പറഞ്ഞത് ശരിയാണ്. രണ്ടു കൂട്ടരും തകർന്ന് തരിപ്പണമായിരുന്നു. അതുകൊണ്ട് ഞാനും ഷിബു മീരാനും കൂടെ ഞങ്ങൾ ഇതിലില്ല എന്ന് പറഞ്ഞ് മാറി നിന്നേ ഉള്ളൂ. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ, അദ്ദേഹം ചോദിച്ച വളരെ കൃത്യമായ ചോദ്യമാണ്, ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് പരിഹാരം എന്നതിനാണ് ഉത്തരം ഇനി വേണ്ടത്. ഈ നികുതി ഏതര വരുമാനം കണ്ടെത്താൻ കൃത്യമായ പദ്ധതികൾ നമുക്കുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ബഡ്ജറ്റിന് വെളിയിൽ ഖജനാവിലേക്ക് ഫണ്ട് വരുത്താനുള്ള പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും PSCയിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിൻവാതിലുകൾ അടച്ചുപൂട്ടപ്പെടും. ഇനി മുൻവാതിലേ ഉള്ളൂ, നേരെയുള്ള വാതിലിലൂടെ കാര്യങ്ങൾ വരും. ഈ മദ്യത്തിനും ലോട്ടറിക്കും അപ്പുറത്ത് നികുതിയേതര വരുമാനം, അത് വിഴിഞ്ഞം വഴിയാവാം, മറ്റുള്ള പദ്ധതികൾ വഴിയാവാം. ആ പദ്ധതികൾ കൃത്യമായി നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിയിട്ടേ 5 വർഷം കഴിയുമ്പോൾ UDF മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയുള്ളൂ എന്ന് ഉറപ്പ് നൽകാം. ചോദ്യം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഫണ്ടിങ് നടക്കുന്നത് SSA വഴിയാണ്. അപ്പോ കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത കാരണം SSA ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇതിനെ മറികടന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഫണ്ടിങ് നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം വികസന രംഗത്ത് ഉൾക്കൊള്ളിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ പുതിയ സർക്കാരിനുണ്ടോ? അല്ല, തീർച്ചയായും ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങൾ കർശനമായി വെക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ LDF-പോലെ വലിയ സമരം പ്രഖ്യാപിച്ച് പിൻവാതിലൂടെ പോയി സന്ധി ഒപ്പിടുന്ന നിലപാട് സ്വീകരിക്കില്ല. സമാനമായി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ച് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാനുള്ള ആർജവം ഉണ്ടാവും. അതിന്റെ പേരിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാറോലയിലും ഒരിടത്തും ഒപ്പിട്ട് കേരളത്തിന്റെ ഈ ജനവിധിയുടെ സെക്യുലർ ക്രെഡൻഷ്യലിന് ഒറ്റ കൊടുക്കില്ല എന്നൊരു വാക്കുകൂടി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ തരാൻ വേണ്ടി പറ്റും. എത്ര ദിവസം നിലനിൽക്കുമെന്ന് പരിശോധിക്കണം. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. നമ്മൾ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ചില സാഹചര്യങ്ങൾ പറഞ്ഞു. തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ ജില്ലകളിലുള്ള വീടുകളിൽ ചെന്ന് അന്വേഷിച്ചാൽ നമ്മൾ ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ്. അവിടെ പല കുട്ടികളും തൊഴിലുകൾ തേടി ജോലികൾ തേടി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. കാരണം എല്ലാവരും നമ്മൾ ചെന്ന് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ഒരു മകനുണ്ടാവും അല്ലെങ്കിൽ മകളുണ്ടാവും, നേഴ്സിംഗ് സാറേ ഇവിടെ സാഹചര്യമില്ല. അപ്പൊ ഈ തൊഴിലില്ലായ്മ ഉള്ളത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് വരുന്ന UDF സർക്കാരിന്റെ പ്രതിനിധിയോട് നമുക്ക് ചോദിക്കാൻ. ഞാനൊരു UDF പ്രവർത്തകനാണ്, എനിക്ക് തന്നെയാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. ടെൻഷൻ കേരളത്തിൽ നിന്ന് കുടിയേറ്റം ഉണ്ടാവുന്നുണ്ട് ചെറുപ്പക്കാർ. അത് നിർത്തേണ്ടതാണ്. അവരെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റണം. പക്ഷെ അവര് കൃത്യമായി എഗ്രിമെന്റ് ഒപ്പിട്ട് പുറത്തേക്ക് അന്തസ്സോടെ ഒരു ജോലിക്ക് പോകണം ഒരു വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരു യുദ്ധഭൂമിയാണ് ഇസ്രായേലിലേക്ക് കൂലിപ്പട്ടാളത്തെ പറഞ്ഞേക്കുന്നത് UP എന്നാണ്. റഷ്യയുടെ കൂലിപ്പട്ടാളം ആരാണ്? ഏത് സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ? UP എന്നാണ്. ട്രെയിൻ അല്ല, ഇത് മനുഷ്യക്കടത്താണ്. ഞാൻ ഈ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു കുടുംബം അവർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആ മതിലിൽ ഒരു കുടുംബം, ഒരമ്മ, ഒരച്ഛൻ, 6 വയസ്സുള്ള കുട്ടിയും തണുത്തുറഞ്ഞ് മരിച്ചുപോയി. എന്നിട്ട് ഇവർ കേരളത്തിൽ വന്നിരുന്നിട്ട് വാർത്താനം. ഈ ചെലവിൽ BJP അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിക്കില്ല. ഇത് ചോദ്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നത് കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഇവരെ പിടിച്ചു നിർത്താൻ പോകുന്ന കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ കാലാകാലങ്ങളിൽ എല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അഡ്രസ് ചെയ്തൊരു കാര്യമാണ്. ഇവരെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ മറ്റു രാജ്യങ്ങളിൽ ലഭിക്കുന്ന സേവന വ്യവസ്ഥകളും വർക്ക് അറ്റ്മോസ്ഫിയറും ഒക്കെ അവർക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഇവര് കൂടി കൂടെ എന്നാൽ നമുക്ക് ഇതൊക്കെ നടത്തിയെടുക്കാവുന്നേ. ഒറ്റ കാര്യം, എന്തായാലും കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ കേരളം ഭരിച്ചിട്ട്, ഇടതും വലുതും ഭരിച്ചിട്ട് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു. അതിനെന്താണ് പ്രതിവിധി എന്നും കൂടി പറയേ. ആ പ്രതിവിധി പറ. അല്ലാതെ നരേന്ദ്രമോദി നാട്ടിൽ നിന്ന് പോയി പ്രതിവിധി പറ. നിങ്ങൾ
ഇവിടുത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റ് എംബസിയിൽ കാണിച്ച് എഗ്രിമെന്റ് ഒപ്പിട്ട് ജോലിക്ക് പോവാണ്. അവര് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചു വന്നിറങ്ങുമ്പോ അവരുടെ കയ്യിൽ പെട്ടി നിറയെ സമ്മാനങ്ങളാണ്. ഇതോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളെ അമേരിക്കൻ പട്ടാളം പിടികൂടി കയ്യിലും കാലിലും ചങ്ങലയിട്ട് അമേരിക്ക പുറത്തുള്ള വാർത്ത നിങ്ങള് ഇടതും വലതും ഭരിച്ചിട്ട് ഈ നാട്ടിലെ യുവാക്കൾ ലോകം മുഴുവനും അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നിങ്ങള് മാപ്പ് പറ. ആദ്യം മാപ്പ് പറ. അതിന് പരിഹാരം എന്താ? അതിന് പരിഹാരം പറ. അധികാരത്തിലേക്ക് വന്നതിന്റെ എല്ലാ ടെൻഷനും ഷിബുവിനും പിന്നെ വസന്തനും എല്ലാം ഉണ്ട്. അതിൽ നിന്നാണ് പറഞ്ഞത് കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നിങ്ങളും കൂടി ഒപ്പമുണ്ട് എങ്കിൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ സജീവമായിട്ടുണ്ട്. ജോലിക്ക് മാത്രമായിട്ടല്ല ഈ കുട്ടികൾ പോകുന്നത്, പഠിക്കാനും കൂടിയാണ്. പഠിച്ചിട്ടാണ് ജോലി വാങ്ങുന്നത്. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം തകർന്നതുകൊണ്ടാണ് ഈ കുട്ടികൾ കേരളത്തിന് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോകുന്നത്, അവിടെ ജോലിക്ക് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.